എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ 3 ക്വസ്റ്റ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓൺലി 3 ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ തരുന്നു ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കപ്പൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് കപ്പൽ വെള്ളത്തിൽ മുങ്ങാത്തത്? ഈ അടുത്ത് മുങ്ങി കപ്പിത്താൻ്റെ വല്ല പ്രശ്നങ്ങളായിരിക്കും, അത് നോക്കിയിട്ട് വേണ്ട കടലിലേക്ക് ഇറക്കാനായിട്ട്. എന്തുകൊണ്ടാണ് കപ്പൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഒഴുകിക്കൊണ്ട് നടക്കുന്നത് കടലിൽ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്താണ് ഐസും കട്ടയും പെയിൻ്റ് അടിക്കാത്തത്? എന്തുകൊണ്ടാണ് ഐസിൻ്റെ കട്ടയും പെയിൻ്റ് അടിക്കാത്തത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളുടെ ഈ വാതാവരണത്തിൽ ഓക്സിജൻ കുറവാണ്. എന്തുകൊണ്ടാണ് പ്ലാന്റ്സിന്, അതായത് പ്ലാന്റ്സൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഹേൽ ചെയ്തിട്ട് ഓക്സിജൻ പുറത്തു വരുന്നു, അതുപോലെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് വലിച്ചിട്ട് ഓക്സിജൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എത്ര സുഖമായിരിക്കും? കറക്റ്റാണോ? അല്ലേ? അത് എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാതെ? നമ്മുടെ ശ്വാസകോശത്തിന്, നമ്മുടെ ലങ്സിന് എന്തുകൊണ്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അത് ഇതാക്കാൻ പറ്റാത്തത്? അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അതും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഓക്സിജൻ മുഴുവൻ ഇങ്ങനെ നല്ല പ്രകൃതിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ചെയ്യും. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ വേണ്ട? ശരിയല്ലേ? ചിന്തിച്ച് നോക്ക്, ചിന്തിക്കണം. ചിന്തിക്കാണ്ട് ഒരു കാര്യം നടക്കില്ല. ചിന്ത വേണം, ബുദ്ധി ഉപയോഗിക്കണം. ഉത്തരം പറയല്ലോ. ബൈ ബൈ ഉമ്മ.